പോസ്റ്റിംഗ് മൊത്തം അങ്ങോട്ട്. Yeah, Swagat. You're able to hear me? Okay. Yeah, is it audible? Am I audible now? Yes, sir, audible. Okay. Good morning.
morning. ഞാൻ ഇവിടെ ഉണ്ട്. എന്തോ വീഡിയോ ഒന്ന് അൺമ്യൂട്ട് ചെയ്താലാണ്. ഓക്കെ, now it's okay. Thank you. Swagat, we can start the function. Honorable Minister is already here. Swagat, can you hear me? You can start the meeting. Swagat, can you hear me? നമുക്ക് തുടങ്ങാം. നമസ്കാരം. ജൂൺ 27 MSME ദിനമായി ലോകമെങ്ങും ആഘോഷിക്കുകയാണ്. രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിന് MSME മേഖലയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജൂൺ 27 അന്താരാഷ്ട്ര MSME ദിനമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിട്ടുള്ളത്. COVID-19 ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് സംസ്ഥാനത്ത് MSME മേഖലയുടെ നിലനിൽപ്പ് ഉറപ്പുവരുത്തുകയെന്ന ലക്ഷ്യത്തോടെ രണ്ടാം ഘട്ട കോവിഡ് സമാശ്വാസ പാക്കേജും പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ് ഇത്. ഈ ചടങ്ങിന് ഔപചാരികമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് സംസാരിക്കുന്ന വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ ഇളങ്കോവൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. ബഹുമാനീയനായ കേരള വ്യവസായ നിയമ കായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ്, പിന്നെ ഈ ചടങ്ങിൽ സന്നിഹിതരായിട്ടുള്ള പ്രമുഖ വ്യവസായികളായിരിക്കുന്ന ശ്രീ ശ്രീനാഥ് ഓഫ് CII, ശ്രീ ദീപക് അശ്വാനി ഓഫ് FICCI, ശ്രീ ഖാലിദ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ, മറ്റു വ്യവസായ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ജൂൺ 27 എല്ലാ വർഷവും ഒരു ഇൻ്റർനാഷണൽ MSME ഡേ ആയിട്ട് ആഘോഷിക്കാൻ വേണ്ടി ഏപ്രിൽ 2017 UN ജനറൽ അസംബ്ലി ഒരു തീരുമാനം കൈക്കൊണ്ടതാണ്. ആ തീരുമാനം കൈക്കൊള്ളുമ്പോൾ ഉണ്ടാകുന്ന ഈ പശ്ചാത്തലം എന്ന് പറയുന്നത്, ലോകത്തിൽ 90% വ്യവസായ യൂണിറ്റുകളെല്ലാം MSME ഡെഫിനിഷനിൽ പെടുന്നതെന്നും ഏതാണ്ട് 70% എംപ്ലോയ്മെൻറ്റ് വേൾഡ് ഓവർ കിട്ടുന്നത് ഈ MSME സെക്ടർ മുഖാന്തരം കൊണ്ടെന്നും ഉള്ള ബോധ്യം കൊണ്ടാണ്. മാത്രമല്ല, ലോകത്ത്, അതായത് വേൾഡ് GDP-യിലെ ഒരു 50% കോൺട്രിബ്യൂഷൻ ഇസ് ഫ്രം ദി MSMEs. അപ്പോൾ MSMEs എന്ന് പറയുന്നത് ഒരു ബേസിക് യൂണിറ്റ് ഓഫ് ഇൻഡസ്ട്രി ദാറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ഇൻ ദ എൻറ്റയർ ചെയിൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നാണ് UN ജനറൽ അസംബ്ലി അന്ന് തീരുമാനിച്ച് ഒരു റെസൊല്യൂഷൻ എടുത്തത്. അതനുസരിച്ചാണ് എല്ലാ വർഷവും ജൂൺ 27 ഇൻ്റർനാഷണൽ MSME ഡേ എന്ന രീതിയിൽ എല്ലാവരും ആഘോഷിക്കുന്നത്. ഈ വർഷം UN അസംബ്ലിയിലെ they are going to have a world seminar on sustainable development goals and an economy that is greener and fairer. ഈ സബ്ജക്റ്റ് വെച്ച് സംസാരിക്കുമ്പോൾ അതിന് അടിസ്ഥാനമായിട്ട് പറയുന്ന ഈ വാക്കുകളാണ്. അതായത് നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ രാജ്യം ഒരു SDG, അതായത് ഗോൾസ് ഇല്ലെങ്കിൽ നമ്മുടെ എക്കോണമി ഷുഡ് ബി വെരി എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആവണമെങ്കിൽ അതൊക്കെ വളരെ അടിസ്ഥാനമായിട്ട് MSMEകൾ വളരെ റെസിലിയൻ്റ് ആയിട്ടും പിന്നെ ഫ്ലറിഷിംഗ് ആയിട്ട് വേണമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ MSMEകളുടെ ഹെൽത്ത് ഓഫ് MSME is very important for an economy to be more inclusive, achieve SDG, as well as become fairer and greener. ഇതാണ് MSMEകളുടെ ഒരു പ്രാധാന്യം. അതുകൊണ്ട് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. നമ്മുടെ MSME സുഹൃത്തുക്കളെല്ലാം എനിക്ക് പറയാനുള്ളത്, MSMEs are the backbone of industries in Kerala. അതെല്ലാവർക്കും അറിഞ്ഞു കഴിഞ്ഞു.
നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് 90% മുകളിലാണ് MSME സ്ഥാപനത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്. പക്ഷേ MSMEകൾ ഇപ്പോൾ ദേ ആർ ബേസിക്കലി അണ്ടർഗോയിങ് എ ട്രെമൻഡസ് എമൗണ്ട് ഓഫ് സ്ട്രെസ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് കോവിഡ് പാൻഡമിക് 19. ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ഇതുപോലെ ചടങ്ങുകളിൽ MSMEകളെ എങ്ങനെ നമുക്ക് പ്രോത്സാഹിക്കണം, അല്ലെങ്കിൽ ഹൗ ടു ക്രിയേറ്റ് എ സെറ്റ് ഓഫ് റിലീഫ് മെഷേഴ്സ് ആൻഡ് റീഹാബിലിറ്റേഷൻ മെഷേഴ്സ് എന്നത് കൂടി ഞാൻ കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് ബഹുമാന്യായ മന്ത്രി ഒരു റിലീഫ് പാക്കേജ് കൂടി ഇങ്ങോട്ട് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്കറിയാം MSMEs ആർ സെൽഫ് റിലയൻറ്റ്. MSMEകൾക്ക് ഒരു നല്ല ബിസിനസ് മോഡൽ കേരളത്തിലുണ്ട്, നല്ല മാനേജ്മെൻറ്റ് പ്രാക്ടീസസും ഉണ്ട്. കുറേ MSEകളെല്ലാം വളരെ ടെക്നോളജിക്കൽ ഡിഫ്യൂഷൻ മുഖാന്തരം നല്ല ഹൈ ലെവൽ ഓഫ് ടെക്നോളജിക്കൽ ഇൻക്ലൂഷൻസ് വന്നത് കൊണ്ടാണ് ഒരുപക്ഷെ കേരളത്തിലിരിക്കുന്ന MSMEകളെല്ലാം ഇന്ന് വാല്യൂ ചേഞ്ചിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. We have a lot of MSMEs which are actually in value addition to the products. They are not mere making products, but they are making value added products. എനിക്ക് പറയാൻ കഴിയും ഈ ഫുഡ് പ്രോസസ്സിംഗ് സെക്ടർ, ദെൻ IT മേഖല, ദെൻ എഞ്ചിനീയറിംഗ് മേഖല, ഈവൻ സ്പേസ്, ഇതുപോലെ ഒരു മേഖലയിൽ ഇരിക്കുന്ന MSMEകളെല്ലാം they are giving very high value products to the economy. അതുകൊണ്ട് ഈ ചടങ്ങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ MSMEകൾക്ക് ഒരിക്കൽ കൂടി സർക്കാരിൻ്റെ സഹായങ്ങളെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ MSMEകൾക്ക് സർക്കാർ കൊടുക്കുന്ന ഊന്നലുകൾ കൂടി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ നമുക്ക് സംസാരം ഡിസ്കഷൻ ചെയ്യാവുന്നതാണ്. ഏതായാലും ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ ഞാൻ അങ്ങോട്ട് കടക്കട്ടെ. ഈ UN, അതായത് ഇൻ്റർനാഷണൽ MSME ഡേ കേരളത്തിൽ ആഘോഷിക്കുന്ന ഈ നമ്മുടെ അവസരത്തിൽ ഈ ചടങ്ങിനെ വന്ന് ഉദ്ഘാടനം ചെയ്യുകയും ഒരു റിലീഫ് പാക്കേജ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട കേരള വ്യവസായ നിയമ കായിക വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവ് അവരുടെ ഇരിക്കുന്ന എല്ലാവരുടെ പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ ഈ വ്യവസായികളായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. ഇവരെല്ലാം നമ്മുടെ ഒപ്പമാണ്. എല്ലാ ചടങ്ങിലും പങ്കെടുക്കുകയും സർക്കാരിന് അതായത് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും എപ്പോഴും തയ്യാറായിരിക്കുന്ന വ്യക്തികളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞാൻ മിസ്റ്റർ ശ്രീനാഥ് അവരെ, അതായത് നമ്മുടെ കേരള സ്റ്റേറ്റ് CI പ്രസിഡൻറ്റ് ശ്രീനാഥ് അവരെ ഞാൻ ഈ ചടങ്ങിലേക്ക് ആദരവും ഞാൻ ക്ഷണിക്കുന്നു. അതേപോലെ മിസ്റ്റർ ദീപക് അസ്വാനി, അദ്ദേഹം ഫിക്കിയുടെ ഒരു ചെയറാണ്. സർക്കാരുമായിട്ട് എല്ലാ ചർച്ചകളിലും വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. I welcome Mr. Deepak Aswani also to this event. Mr. Khalid, നമ്മുടെ ചെറുകിട വ്യവസായ അസോസിയേഷനിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രമുഖ വ്യവസായിയാണ്. അദ്ദേഹത്തിന് ഒരുപാട് നിർദ്ദേശങ്ങളും ഒരുപാട് അഡ്വൈസുകളും ഉണ്ട്. എല്ലാ ചടങ്ങിലും വളരെ കൃത്യമായിട്ട് പങ്കെടുത്ത് അവസരം പാഴാക്കാതെ സർക്കാർ നമുക്ക് എല്ലാം ബോധിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിനും ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഇൻഡസ്ട്രി ഫ്രണ്ട്സ്, ഞാൻ ഓരോരുത്തർ പേര് എടുത്ത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഏതാണ്ട് 500 പേര് ഓൾറെഡി ഇപ്പോൾ പങ്കുചേർന്നിരിക്കുന്നു. ഈ 500 പേരും പിന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഇൻ്റർനാഷണൽ MSME ഡേ നമുക്ക് ആഘോഷിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം കൂടി ഞാൻ ഇവിടെ എല്ലാം പറഞ്ഞുകൊണ്ട് എൻ്റെ സ്വാഗത പ്രസംഗം ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അന്താരാഷ്ട്ര MSME ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനും രണ്ടാം ഘട്ട കോവിഡ് സമാശ്വാസ പാക്കേജിന്റെ പ്രഖ്യാപനത്തിനുമായി സർവ്വ ആദരണീയനായ ബഹുമാനപ്പെട്ട വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവ് സർ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വ്യവസായ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ ചിളങ്കോവൻ IAS അവർ, ഇൻഡസ്ട്രീസ് ഡയറക്ടർ സ്വാഗത് ഭണ്ഡാരി IAS അവർ, അതോടൊപ്പം തന്നെ CAയുടെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ ശ്രീനാഥ്, ഫിക്കിയുടെ ശ്രീ ദീപക് അശ്വാനി, ചെറുകിട MSME മേഖലയുടെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ ഖാലിദ്, ഇതിലിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 500ഓളം വരുന്ന MSME സംരംഭകർ, സുഹൃത്തുക്കളെ, ഇവിടെ നേരത്തെ ഇൻഡസ്ട്രി സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ലോകം ഇന്ന് MSME ദിനമായിട്ട് ആചരിക്കുകയാണ്. 2017 മുതലാണ് ഐക്യരാഷ്ട്രസഭ പ്രാധാന്യം കൂടി
പരിഗണിച്ചുകൊണ്ടും പ്രചാരം വർദ്ധിപ്പിക്കണം എന്ന ധാരണയോടുകൂടി MSME ദിനം ആചരിക്കാനായി തീരുമാനിച്ചത്. കേരളത്തിലെ MSME നമ്മുടെ സമ്പദ്ഘടനയുടെയും വ്യവസായ മേഖലയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. 1,43,000-ത്തിലധികം വരുന്ന ചെറുകിട വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 9 ലക്ഷത്തിലധികം ആളുകൾക്ക് ഈ സംരംഭങ്ങൾ വഴി തൊഴിൽ നൽകാൻ കഴിയുന്നു എന്നുള്ളത് ഏറെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ 5 വർഷം പിണറായി സർക്കാരിന്റെ ആദ്യത്തെ 5 വർഷം എന്നുള്ളത് വളരെ ഗൗരവമായി ഈ മേഖല ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു കാലയളവാണ്. അതിനെല്ലാ വിശദാംശങ്ങളിലേക്കും ഈ സന്ദർഭത്തിൽ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏകദേശം 68,256 പുതിയ സംരംഭങ്ങൾ ഈ കാലഘട്ടത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. അതോടൊപ്പം തന്നെ 2,42,128 പുതിയ തൊഴിലവസരങ്ങൾ ഇതുവഴി സൃഷ്ടിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. വ്യവസായ മേഖലയിൽ നിലനിന്നിരുന്ന ചില തടസ്സങ്ങൾ, തെറ്റായ പ്രവണതകൾ അവ അവസാനിപ്പിക്കുന്നതിന് ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുന്നതിന് ആ ഗവൺമെന്റ് കഴിഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി 2 നിയമനിർമ്മാണങ്ങൾ ആ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമുക്ക് നേരെ വ്യവസായം ആരംഭിക്കാൻ റെഡ് സോണിലല്ലാത്ത, റെഡ് കാറ്റഗറി പെടാത്ത വ്യവസായങ്ങളെല്ലാം നേരിട്ട് ആരംഭിക്കാൻ കഴിയുന്ന സൗകര്യം ഒരുക്കി എന്നുള്ളത് ഏറ്റവും വിപ്ലവകരമായ ഒരു മാറ്റമാണ്. 3 വർഷത്തിന് ശേഷം 6 മാസത്തിനുള്ളിൽ ലൈസൻസ് സംഘടിപ്പിച്ചാൽ മതി എന്ന വ്യവസ്ഥയോടുകൂടി അത് കേരളത്തിൽ വലിയ ആശ്വാസം നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് ഗവൺമെന്റ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഗവൺമെന്റ് എടുക്കുകയുണ്ടായി. അത് സ്റ്റാറ്റ്യൂട്ടറി ഗ്രീവൻസ് മെക്കാനിസം ഒരു ലെജിസ്ലേറ്റീവ് ബാക്കിങ്ങോടുകൂടി ആരംഭിക്കണം എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി ഇൻഡസ്ട്രി സെക്രട്ടറി ശ്രീ ഇളങ്കോവൻ IAS നയിക്കുന്ന ഒരു 3-അംഗ കമ്മിറ്റി ചുമതലപ്പെടുത്തി. അവര് അതിവേഗത്തിൽ തന്നെ അവരുടെ അർപ്പിതമായ ചുമതല നിർവഹിച്ചു. ഒരു കരട് തയ്യാറാക്കി. നിയമ വ്യവസായ സെക്രട്ടറിമാരുമായിട്ട് കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട പ്രാരംഭ ചർച്ചകൾ നടന്നു. ഇപ്പോ വ്യവസായ വകുപ്പ് അതിന്റെ കരട് നിയമവകുപ്പിന് നൽകിയിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ജൂലൈയോടുകൂടി ഇത് മന്ത്രിസഭയിൽ കൊണ്ടുവരാൻ കഴിയും, നിയമനിർമ്മാണം നടത്താൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതോടുകൂടി ഏത് വകുപ്പിൽ, LST ആകാം, അല്ലെങ്കിൽ ഹെൽത്ത് ആകാം, പൊല്യൂഷനുമായി ബന്ധപ്പെട്ടതാകാം, ഏത് വകുപ്പിൽ വരുന്ന പ്രശ്നങ്ങൾ ജില്ലാതല സംസ്ഥാനതല തർക്ക പരിഹാര സംവിധാനം ഒരു നിയമത്തിന്റെ പിൻബലത്തോടുകൂടി പരിഹരിക്കാൻ കഴിയും എന്നുള്ള ഒരു വലിയ മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2, ഇപ്പോൾ വ്യവസായ കേന്ദ്രം ഓഫീസുകൾ, അതിവിടെ നേരത്തെ സൂചിപ്പിക്കുന്ന ഫെസിലിറ്റേഷൻ എന്ന രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്. അത് കുറെ കൂടി അർത്ഥവത്താക്കുന്ന രൂപത്തിൽ ഒരു ഹാൻഡ് ഹോൾഡ് സംവിധാനമായി ഓഫീസിലേക്ക് വരുന്ന ഒരാൾ, വ്യവസായം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരാൾ, അവരോടൊപ്പം നിന്ന് കൈപിടിച്ച് അവരിൽ നിന്ന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന പൂർണ്ണമായും പ്രൊഫഷണലൈസ് ചെയ്ത ഒരു സംവിധാനമായി ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളെയും ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസിനെയും മാറ്റാനാണ് ഇപ്പോൾ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാവശ്യമായ പ്രൊഫഷണൽ പരിശീലനങ്ങളും നൽകണമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വിശദാംശങ്ങളിലേക്ക് സന്ദർഭത്തിൽ പോകുന്നില്ല. പ്രധാനപ്പെട്ടത് ഇപ്പോ ഇതിന്റെ ഭാഗമായി തന്നെ ഒരു ട്രേഡ് സെന്റർ കാക്കനാട് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ ഉള്ള ഒരു ആലോചനയായിരുന്നു. അത് വളരെ വിപുലമായ ഒരു പദ്ധതിയായിട്ടാണ് ഞങ്ങൾ കണ്ടിരുന്നത്. 190 കോടി രൂപയോളം വരുന്ന ഒരു പദ്ധതിയായിട്ടാണ് ആദ്യം അതിന്റെ DPR വന്നിരുന്നത്. പാൻഡമിക് കാലമായതുകൊണ്ട് ഇത് നീണ്ടുപോകാൻ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആദ്യഘട്ടം എന്ന നിലയിൽ 30 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു എക്സിബിഷൻ സെന്റർ, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു എക്സിബിഷൻ സെന്റർ ആരംഭിക്കാനാണ് നേരത്തെ ശ്രീ ഖാലിദിനെ പോലെയുള്ള ആളുകൾ കഴിഞ്ഞ യോഗങ്ങളിലെല്ലാം വളരെ ശക്തമായി ഈ കാര്യം ഉന്നയിക്കുകയുണ്ടായി. അതുപോലെ ഫിക്കിയും CIയും അവരും വ്യവസായികളുമായിട്ടുള്ള കൂടിയാലോചനകൾ അവരും ഈ പ്രശ്നം ഉന്നയിക്കുകയുണ്ടായി. ആദ്യ ഘട്ടമെന്ന നിലയിൽ 30 കോടി ചെലവഴിച്ചുകൊണ്ട് ഒരു 2 വർഷത്തിനുള്ളിൽ തന്നെ കാക്കനാട്, കൊച്ചിയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ട്രേഡ് സെന്റർ ആരംഭിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ നമുക്ക് B2B സംവിധാനമുണ്ട്. അത് ഒരു B2C എന്ന രൂപത്തിൽ നേരിട്ട് കൺസ്യൂമറിലേക്ക് പോകുന്ന പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം കൂടി ഉള്ളതായി അത് വികസിപ്പിക്കുന്നതിനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇൻവെസ്റ്റ്മെന്റ് തന്നെ റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെന്റ് ആക്കി മാറ്റാൻ കഴിയും. അത് ലോകത്താകെ ഇപ്പൊ ചർച്ച ചെയ്യുന്നതാണ്. റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെന്റ്, എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള, സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള, പ്രൊഫഷണലി ഗവേൺ ചെയ്യുന്ന ഒരു റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെന്റ് ആ ഒരു കൺസെപ്റ്റ് ശക്തിപ്പെടുത്തണം എന്നാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള കർമ്മ പദ്ധതികൾ തയ്യാറാക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയുടെ ഭാഗമായി തന്നെ ODOP, 1 district 1 product എന്നുള്ളത് അതിപ്പോ 104 സംരംഭങ്ങൾ ഈ വർഷം തന്നെ ആരംഭിക്കാനാണ് ശ്രമിക്കുന്നത്. 140ഓളം 134ഓളം അപേക്ഷകൾ നേരത്തെ നോക്കുമ്പോൾ ഓൺലൈൻ ലഭിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ദിവസങ്ങളിൽ കൂടുതൽ അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. അതിവേഗത്തിൽ അതിന്റെ പ്രക്രിയകൾ പൂർത്തീകരിച്ച് അത് ആരംഭിക്കണം. അത് ആരംഭിക്കുമ്പോൾ തന്നെ അതിനാവശ്യമായ സപ്പോർട്ട് സംവിധാനം ഡയറക്ടറേറ്റ് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിന്റെ ടെക്നോളജി അത് ശരിയായ രൂപത്തിലാണോ? മാർക്കറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. മാർക്കറ്റിംഗ് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനാവശ്യമായിട്ടുള്ള പ്രൊഫഷണൽ ഗൈഡൻസ് നൽകാനായിട്ട് ഡയറക്ടറേറ്റിന് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് 28ാം സ്ഥാനത്താണ്. അതിന്റെ സർവേ ഓഗസ്റ്റ് മാസത്തിൽ വരാൻ പോവുകയാണ്. നിങ്ങളുടെ നല്ല പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. കേരളം അതിൽ ഒരു 10ാം സ്ഥാനത്തിനുള്ളിൽ എത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്, നാടിന്റെ പൊതുവായ ആവശ്യമാണ്. എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ എല്ലാ സംവിധാനങ്ങളും ഗവൺമെന്റ് ഒരുക്കുന്നുണ്ട്. സർവേ വരുന്ന സന്ദർഭത്തിൽ നിങ്ങളോടുള്ള ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ ഏറ്റവും നന്നായി പോസിറ്റീവായി പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ നാടിന് വേണ്ടിയാണ് ഇത് വന്നാൽ നമുക്കും നാടിനും എല്ലാം ഗുണമുണ്ടാകും എന്ന കാഴ്ചപ്പാടോടുകൂടി നിങ്ങൾ എല്ലാവരും വളരെ പോസിറ്റീവായി അത് കാര്യത്തിൽ ഒരു സമീപനം സർവേയിൽ സ്വീകരിക്കണം. കഴിഞ്ഞ തവണ സർവേയിൽ നമുക്ക് കുറച്ച് നെഗറ്റീവായി ചില പ്രശ്നങ്ങൾ വന്നു എന്നുള്ളത് നമ്മുടെ റാങ്ക് പുറകിലോട്ട് പോകുന്നതിന്റെ ഒരു ഘടകമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഫിക്കി, അതുപോലെ CIA, ചെറുകിട വ്യവസായ മേഖലയിലെ സംഘടന, ഇവിടെ പങ്കെടുക്കുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ ഇതിന്റെ ലിമിറ്റേഷൻ കാരണം പങ്കെടുക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അവരെല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഇത്തവണത്തെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മുടെ നാട് 10-നുള്ളിൽ എത്തണം എന്ന ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റധിക കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. MSME ഡേ ഇന്ന് ലോകവ്യാപകമായി ആചരിക്കുന്നതിന്റെ അനുബന്ധിച്ച് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ ബഹുമാനായ മുഖ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി, ഇതിൽ ഒരു ആശ്വാസ പദ്ധതി നമുക്ക് ഈ ഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിക്കാൻ കഴിയണം. അദ്ദേഹത്തിന്റെ കൂടി മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹം മുൻകൈയെടുത്ത് അതുപോലെ മറ്റു ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ഞങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് ഒരു സമാശ്വാസ പദ്ധതി പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കോവിഡിന്റെ 1ാം ഘട്ടത്തിൽ നല്ല രീതിയിൽ തന്നെ ഒരു വ്യവസായ ഭദ്രത പാക്കേജ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നു. വലിയ പ്രതിസന്ധി ലോകമാകെ നേരിടുന്നുണ്ട്. അതിന്റെ ഭാഗമായി MSMEയും ഈ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രതിസന്ധിയുടെ ഭാരം ആകെ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ സർക്കാരിന് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ പരമാവധി എത്രമാത്രം സഹായിക്കാൻ കഴിയും എന്നുള്ള ഒരു ശ്രമമാണ് വ്യവസായ വകുപ്പ് നടത്തിയിട്ടുള്ളത്. 139 കോടി രൂപ വിവിധ ഘട്ടങ്ങളിലായി ബഡ്ജറ്റിൽ ഈ മേഖലയുടെ പദ്ധതിക്കായി ഗവൺമെന്റ് തന്നെ വകയിരുത്തിയിരുന്നു, ഈ സമാശ്വാസ പദ്ധതികൾക്കായി. അതോടൊപ്പം തന്നെ മറ്റ് പല മേഖലയിലുള്ള ഫണ്ട് കൂടി കണക്കാക്കിക്കൊണ്ട് വായ്പ ഉൾപ്പെടെ നോക്കുമ്പോൾ 1416 കോടി രൂപ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ വഴി വിതരണം ചെയ്യാൻ കഴിയാവുന്ന ഒരു പദ്ധതിയാണ് ഈ കോവിഡ് സമാശ്വാസ പദ്ധതിയായി ഈ 2ാം ഘട്ടത്തിൽ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നത്. അതിപ്പോ കഴിഞ്ഞ തവണ നമ്മൾ പ്രഖ്യാപിച്ചതാണ് 2020 ഡിസംബർ 31 വരെയുള്ള പലിശ ധനസഹായം. അത് 2021 ഡിസംബർ 31 അവസാനിക്കുന്നതായിട്ടാണ് കണ്ടിരുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഈ കോവിഡിന്റെ പ്രത്യേകമായ ഒരു പശ്ചാത്തലം കൂടി പരിഗണിച്ചുകൊണ്ട് അത് ഒരു വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാനാണ് 50% പലിശ ധനസഹായം നൽകുന്നത്. ഒരു വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാനാണ് ഇപ്പൊ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു യൂണിറ്റിന് പരമാവധി 1,20,000 രൂപ ധനസഹായം ലഭിക്കും. 400 കോടി രൂപ ഈ പാക്കേജിലൂടെ ആകെ ഈ സംരംഭങ്ങളുടെ പലിശ വായ്പ എന്ന രൂപത്തിൽ ലഭിക്കുമ്പോൾ 5000 സംരംഭകർക്ക് ഈ രൂപത്തിൽ ഒരു ധനസഹായം കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ സംരംഭകത്വ സഹായ പദ്ധതി, അതിന്റെ ധനസഹായം നേരത്തെ 20 ലക്ഷമാണ് സബ്സിഡി ആയിട്ടുള്ളത്. അത് 30 ലക്ഷം രൂപയാക്കി ഉയർത്താനാണ് ഗവൺമെന്റ് കാണുന്നത്. അതോടൊപ്പം തന്നെ വ്യവസായ പിന്നോക്ക ജില്ലയിൽ മുൻഗണനാ വ്യവസായ സംരംഭങ്ങൾ അവരുടെ 30 എന്നുള്ളത് നേരത്തെ 30 ആയിരുന്നു, 40 ലക്ഷം രൂപയാക്കി ഉയർത്താൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നു.
3000 യൂണിറ്റുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ഇപ്പോ വിവിധ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നായി 445 കോടി രൂപ ഇതിനായി വിനിയോഗിക്കാനാണ് ഇപ്പോൾ കാണുന്നത്. അതിൽ വനിതയിൽ തന്നെ വിധവകളായവർ, പിന്നെ യുവ, പട്ടികജാതി പട്ടികവർഗം, NRI സംരംഭകർ, അവർക്ക് 25% വരെ ഈ പദ്ധതിയുടെ ഭാഗമായി സഹായം ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്ന ഒരു കാഴ്ചപ്പാടുകൂടി ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്നു. പിന്നെ മുൻഗണനാ വ്യവസായ സംരംഭങ്ങൾ റബ്ബർ, കൃഷി, ഭക്ഷ്യ സംസ്കരണം, വസ്ത്രനിർമ്മാണം, പാരമ്പര്യേതര ഊർജ്ജ ഉത്പാദനം, ഉപകരണ നിർമ്മാണം, ബയോടെക്നോളജി വ്യവസായം, പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പുനരുപയോഗ യൂണിറ്റുകൾ, ജൈവ കീടനാശിനി നിർമ്മാണ യൂണിറ്റുകൾ, ഇവർക്ക് 45% വരെ സബ്സിഡിയായി ഉയർത്തുന്നുണ്ട്. ഈ സഹായത്തിന്റെ തോത് 40 ലക്ഷത്തിൽ അധികരിക്കുന്ന വ്യവസ്ഥയോടെയാണ് 45% വരെ വർദ്ധിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് വ്യവസായമായി പിന്നോക്കം നിൽക്കുന്ന ജില്ലകളാണ് ഇടുക്കി, വയനാട്, കാസർഗോഡ്, പത്തനംതിട്ട. അവിടെ നമ്മൾ 45% സബ്സിഡി നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. നാനോ യൂണിറ്റുകൾ ഈ കാലഘട്ടത്തിലെ ഒരു പുതിയ സംരംഭമാണ്. നല്ല രീതിയിൽ തൊഴിൽ ഉറപ്പുവരുത്താൻ കഴിയുന്ന മേഖലയാണ്. അവിടെ 600 കോടി രൂപയുടെ ധനസഹായം ഈ പാക്കേജിന്റെ ഭാഗമായി നൽകാൻ ഉദ്ദേശിക്കുന്നു. 600 യൂണിറ്റുകൾ, ഈ നാനോ യൂണിറ്റുകൾക്ക് അതിന്റെ ആശ്വാസം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ നാനോ യൂണിറ്റുകൾക്കുള്ള പലിശ സബ്സിഡി 5 ലക്ഷം രൂപ വരെ മൂലധന നിക്ഷേപം ഉള്ളവർക്കാണ് ഇപ്പൊ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് 10 ലക്ഷം രൂപ വരെയുള്ള സംരംഭങ്ങൾക്ക് കൂടി നൽകണമെന്നാണ് ഗവൺമെന്റ് കാണുന്നത്. സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന 10 ലക്ഷം രൂപ, സർവീസ് മേഖലയിൽ 10 ലക്ഷം രൂപ വരെയുള്ള മൂലധനം മുടക്കുള്ള സംരംഭങ്ങൾക്ക് നൽകണമെന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായി 30 കോടി രൂപയുടെ വായ്പ ഈ മേഖലയിൽ നാനോ യൂണിറ്റുകൾക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒന്ന്, ഇപ്പോ KSIDCയിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഇപ്പോഴത്തെ പ്രതിസന്ധി കാരണം അവർക്ക് തിരിച്ചടയ്ക്കുന്നതിൽ കഴിയാത്ത സാഹചര്യമുണ്ട്. സാധാരണഗതിയിൽ അതെല്ലാം ബാഡ് ഡെപ്റ്റ് ആയിട്ട് മാറേണ്ടതാണ്. അതാണ് നമ്മുടെ നടപടിക്രമം എന്നുള്ളത്. ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് അത്തരം വായ്പകൾ ബാഡ് ഡെപ്റ്റ് ആക്കി രേഖപ്പെടുത്തേണ്ടതില്ല എന്ന് കാണുന്നു. 179 കോടി രൂപയുടെ വായ്പ ഇതിനു വേണ്ടി പുനഃക്രമീകരിക്കേണ്ടതുണ്ട് എന്നാണ് ഗവൺമെന്റ് കാണുന്നത്. വായ്പകൾക്ക് നേരത്തെ നമ്മൾ പലിശകൾക്കുള്ള മൊറട്ടോറിയം 2021 ജൂൺ മാസം വരെ ദീർഘിപ്പിക്കാനാണ് നേരത്തെ കണ്ടിരുന്നത്. ആ മൊറട്ടോറിയം ഇപ്പൊ ജൂൺ വരെ ദീർഘിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു പ്രത്യേകതയുള്ളത്, മൊറട്ടോറിയം വരുമ്പോഴും അത് പിന്നീട് അടയ്ക്കേണ്ടി വരും. ഈ സന്ദർഭത്തിൽ അതിനുള്ള ഒരു സഹായമാണ്. എന്നാൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കൂടി പരിഗണിച്ച് 3 മാസത്തെ പലിശ അത് ഒഴിവാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു 66 ലക്ഷം രൂപയുടെ അധിക ബാധ്യതയാണ് ഇതുവഴി ഏറ്റെടുക്കുന്നത്. അപ്പൊ മൊറട്ടോറിയത്തിനകത്ത് തന്നെ 3 മാസത്തെ പലിശ പൂർണ്ണമായിട്ട് ഒഴിവാക്കും. അതോടൊപ്പം തന്നെ KSIDC ഉപഭോക്താക്കളുടെ 1 വർഷത്തേക്കുള്ള പിഴപ്പലിശ, അത് ഏപ്രിൽ മുതൽ 1 വർഷത്തേക്ക് ഈ പിഴപ്പലിശ ഒഴിവാക്കാൻ കാണുന്നുണ്ട്. ഇപ്പൊ KSIDC ഒരു പുതിയ ഇനീഷ്യേറ്റീവ് കൂടി ഈ പാക്കേജിന്റെ ഭാഗമായി എടുക്കണം എന്നാണ് ഗവൺമെന്റ് കാണുന്നത്. അത് ചെറുകിട സൂക്ഷ്മ ഇടത്തരം സംരംഭകർക്ക്, അവർ നേരത്തെ ഈ വായ്പ ലഭിക്കുന്ന പട്ടികയിൽ വരാതിരുന്നിരുന്നു. അവർക്ക് 5% പലിശ, വളരെ ചെറിയൊരു പലിശയാണ് ഇപ്പൊ നിശ്ചയിച്ചിട്ടുള്ളത്. അത് ചരിത്രത്തിൽ ആദ്യമാണ് ഇങ്ങനെ പലിശ. 5% പലിശയിൽ 100 കോടി രൂപ വായ്പ നൽകും. അതിൽ 150 സംരംഭങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. പിന്നെ KSIDC ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തിരിച്ച് വന്ന പ്രവാസികൾ, അവർക്ക് 5% നിരക്കിൽ പലിശ അനുവദിക്കുന്ന വായ്പ അനുവദിക്കുന്ന പദ്ധതിക്ക് രൂപം നൽകണം എന്ന് കണ്ടിട്ടുണ്ട്. നോർക്കയുടെ കൂടി പിന്തുണ ആ പരിപാടിക്ക് ഉണ്ടാകും. പിന്നെ കോവിഡുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു മേഖല നമ്മുടെ ആരോഗ്യ സംരക്ഷണ മേഖലയാണ്. അവിടെയാണ് കൂടുതൽ ഇൻഡസ്ട്രീസിന് സാധ്യതയുള്ളത്. അവർക്കൊരു പുതിയ പാക്കേജ്, ലോൺ പാക്കേജ് 100 കോടി രൂപ വരെ KSIDC ചെലവഴിക്കണമെന്ന് കാണുന്നു. ഇതും 5% പലിശ നിരക്കിൽ നൽകാനാണ് ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറികളെ ഗുണഭോക്താക്കൾക്ക് 2021 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള വാടക KSIDC ഒഴിവാക്കി കൊടുക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ 3 മാസത്തെ കോമൺ ഫെസിലിറ്റി ചാർജ് ഒഴിവാക്കും. പിന്നെ ലോണുകളുടെ ഒറ്റ തീർപ്പാക്കൽ പദ്ധതി 2021 ഡിസംബർ 31 വരെ തുടരാനാണ് കാണുന്നത്. KSIDC വ്യവസായ ആവശ്യങ്ങൾക്കായി ഭൂമി നൽകുന്നതിൽ ഡൗൺ പേയ്മെന്റിന്റെ 20% ആദ്യം നൽകിയാൽ ബാക്കി തുക 5 വാർഷിക ഗഡുക്കൾ അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ അതിന് പലിശ നൽകേണ്ടതില്ല. ഇത് ഒരു ആശ്വാസമാണ് നൽകുന്നത്. കിൻഫ്രയുടെ ഭൂമി ഫാക്ടറികളിൽ 3 മാസത്തെ വാടക ഒഴിവാക്കാൻ അവർ കണ്ടിട്ടുണ്ട്.
അതോടൊപ്പം ഏപ്രിൽ മുതൽ ജൂൺ വരെ 3 മാസത്തെ CFC ചാർജുകളും ഒഴിവാക്കുന്നുണ്ട്. അവിടെയും ഭൂമി അനുവദിക്കുമ്പോൾ 20% ഡൗൺ പേയ്മെന്റ് നൽകിയാൽ മതി. ബാക്കി തുക നേരത്തെ കണ്ടതുപോലെ പലിശ ഇല്ലാതെ 5 വാർഷിക ഗഡുക്കളായി നൽകുക എന്നതാണ്. അതുപോലെ കിൻഫ്രയും ഒറ്റത്തവണ തീർപ്പാക്കൽ നടപ്പിലാക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു 1416 കോടി രൂപയുടെ വായ്പ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ വഴി നൽകുന്നതും 139 കോടി രൂപയുടെ അധിക ബാധ്യത ഗവൺമെന്റ് വരുന്നതുമായിട്ടുള്ള ഒരു പാക്കേജാണ് ഈ കോവിഡ് സമാശ്വാസ പദ്ധതി എന്ന രൂപത്തിൽ പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ ഈ പ്രതിസന്ധിക്ക് ഒരു ആശ്വാസമായി ഇത് മാറും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് 2021 ഈ ലോക MSME ദിനാഘോഷങ്ങളുടെ കേരള സംസ്ഥാനത്തിന്റെ പരിപാടികൾ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് സംഘടിപ്പിക്കുന്ന, വ്യവസായ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പാക്കേജും ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ M. ഖാലിദ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വ്യവസായ വാണിജ്യ നിയമ വകുപ്പ് മന്ത്രി രാജീവ് സാർ, പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ് നോർക്ക ഡോക്ടർ ഇളങ്കോവൻ IAS, ശ്രീനാഥ് വിഷ്ണു ചെയർമാൻ CIA കേരള, ദീപക് അസ്വാനി കോ-ചെയർ ഫിക്കി കേരള, ശ്രീമതി ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ് IAS ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസ്, മറ്റ് ഉദ്യോഗസ്ഥന്മാർ, വ്യവസായ സുഹൃത്തുക്കളെ, ഇന്റർനാഷണൽ MSME ഡേ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ചെറുകിട വ്യവസായ മേഖലക്ക് ആശ്വാസം പകരുന്ന രീതിയിലുള്ള 1416 കോടി രൂപയുടെ പ്രഖ്യാപനത്തെ കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ സ്വാഗതം ചെയ്യുകയാണ്. ഇതിൽ പറഞ്ഞ പ്രകാരം നിലവിലുള്ള സബ്സിഡിയുടെ എമൗണ്ട് 40 ലക്ഷം രൂപ വരെ ഉയർത്തുകയും അതുപോലെ KSIDC, കിൻഫ്ര, സിഡ്കോ തുടങ്ങിയ ഗവൺമെന്റിന്റെ ഏജൻസികളിൽ നിന്നും ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്തിരിക്കുന്ന വാടക ഒഴിവാക്കലും അതുപോലെ കോമൺ ഫെസിലിറ്റീസ് ചാർജ് ഒഴിവാക്കുക എന്നുള്ളതും ഇൻട്രസ്റ്റ് സബ്സിഡി കൊടുക്കുക എന്നുള്ളതൊക്കെ വളരെ ഈ മേഖലയിലുള്ള വ്യവസായികളെ വളരെ ഈ ഒരു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആശ്വാസകരമായുള്ള ഒരു പ്രഖ്യാപനമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ ഗവൺമെന്റിലേക്ക് കൊടുത്തിരിക്കുന്ന പല നിവേദനങ്ങളും പരിഗണിച്ചതായി ഈ പ്രഖ്യാപനത്തിലൂടെ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഈ MSME മേഖല വളരെ പ്രാധാന്യമർഹിക്കുന്ന മേഖലയാണ് എന്നുള്ളത് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ കൂടി തന്നെ ഡോക്ടർ ഇളങ്കോവൻ പറയുകയുണ്ടായി. ലോകത്തിലെ 90% MSME യൂണിറ്റുകളാണെന്നുള്ളതും ഏകദേശം ലോകത്തിലെ 70% തൊഴിൽ നൽകുന്നത് MSME യൂണിറ്റുകളിൽ നിന്നാണെന്നും ഒക്കെ ഇവിടെ പറയുകയുണ്ടായി. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഏകദേശം 30% GDP-യുടെ കോൺട്രിബ്യൂഷൻ MSME മേഖലയിൽ നിന്നാണ്. എക്സ്പോർട്ടിന്റെ 40% കോൺട്രിബ്യൂഷനും നമ്മുടെ ഈ MSME മേഖലയിലാണ്. ഇന്ത്യ രാജ്യത്ത് 110 മില്യൺ തൊഴിലാളികൾ MSME മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. മൊത്തം MSME യൂണിറ്റുകളുടെ 50% ഗ്രാമീണ മേഖലയിലാണ്. ഗ്രാമീണ മേഖലയുടെ സാമ്പത്തിക വികസനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു മേഖലയാണ് ചെറുകിട വ്യവസായ മേഖല എന്നുള്ളത് കൊണ്ട് അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടതും ചെറുകിട വ്യവസായ മേഖലക്ക് ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വന്നിരിക്കുന്ന പ്രയാസങ്ങൾക്ക് ആശ്വാസം നൽകുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതും വ്യവസായ വകുപ്പിന്റെയും ഗവൺമെന്റിന്റെയും ബാധ്യതയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയും ഇതിൽ കൂടുതലായിട്ടുള്ള
പ്രഖ്യാപനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം എനിക്കിവിടെ പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിലവിലുള്ള ഈ NPA നോംസ് സെൻട്രൽ ഗവൺമെന്റിലേക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രത്യേകമായിട്ട് താല്പര്യം എടുത്തുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിൽ നിർബന്ധം ചെലുത്തേണ്ട കാര്യമാണ്. ഒന്ന് NPA നോംസ് ഇപ്പൊ 90 ദിവസമാണ്, അതൊരു 1 ഇയർ എന്നെങ്കിലും ആക്കിയിട്ട് മാറ്റിയെടുക്കണം. ഇപ്പൊ 90 ദിവസം NPA നോംസ് ആയതുകൊണ്ട് ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തിരിച്ചടവ് കൃത്യമായിട്ട് അടക്കാൻ പറ്റുന്നതുകൊണ്ട് മുഴുവൻ യൂണിറ്റുകളും NPAയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ചെറുകിട വ്യവസായ മേഖലയിൽ നിന്ന് ഈ സർഫാക്സി ആക്ട് MSME യൂണിറ്റുകൾ നടപ്പിലാക്കരുത് എന്നുള്ളത് ഗവൺമെന്റിലേക്ക് കേന്ദ്ര ഗവൺമെന്റിനോട് സെൻട്രൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആവശ്യപ്പെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ നമ്മുടെ ഈ ലോണിന്റെയും എല്ലാ ലോണിന്റെയും റീപേയ്മെന്റിന്റെ മൊറട്ടോറിയം മുമ്പ് നമുക്ക് ഒരു 6 മാസത്തെ മൊറട്ടോറിയം തന്നിരുന്നു. അത് ഇനി വീണ്ടും ഒരു റീപേയ്മെന്റ് മൊറട്ടോറിയം ഗവൺമെന്റിൽ നിന്ന് കിട്ടുവാൻ വേണ്ടിയുള്ള കേന്ദ്ര ഫൈനാൻസ് മിനിസ്റ്റർ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചുരുങ്ങിയത് 1 വർഷത്തേക്കെങ്കിലും റീപേയ്മെന്റ് മൊറട്ടോറിയം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ അടഞ്ഞു കിടക്കുന്ന പീഡിത വ്യവസായ യൂണിറ്റുകൾ ധാരാളമുണ്ട് നമുക്ക്. ഈ അടഞ്ഞു കിടക്കുന്ന യൂണിറ്റുകൾ പെട്ടെന്ന് തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന യൂണിറ്റുകളാണ്. അത് തുറന്നു പ്രവർത്തിക്കാൻ വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവണമെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. കൂടാതെ അടഞ്ഞു കിടക്കുന്ന ഈ സമയത്തുള്ള KSCBയുടെ ഫിക്സഡ് ചാർജും KSCBയുടെ എനർജി ചാർജ് അടയ്ക്കാനുള്ളതും ഫിക്സഡ് ചാർജ് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒരു നടപടി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതിനുവേണ്ടിയും ഗവൺമെന്റിന് വ്യവസായ വകുപ്പ് മന്ത്രി ഈ വൈദ്യുതി വകുപ്പിൽ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്. ഈ അടഞ്ഞു കിടക്കുന്ന കാലത്തും ഈ ഫിക്സഡ് ചാർജ് കൊടുക്കാൻ വെച്ചാൽ ലക്ഷക്കണക്കിന് രൂപ മാസത്തിൽ അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. പല MSME യൂണിറ്റുകളും കറണ്ട് ധാരാളം ഉപയോഗിക്കുന്ന യൂണിറ്റുകളാകുമ്പോൾ അവർക്ക് ഫിക്സഡ് ചാർജ് ഒരു മാസത്തിൽ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം രൂപ ഒക്കെ ഫിക്സഡ് ചാർജ് കൊടുക്കേണ്ട യൂണിറ്റുകളുണ്ട്. അവർക്കൊരു ആശ്വാസം എന്നുള്ള നിലക്ക് ഫിക്സഡ് ചാർജിൽ ഒന്ന് ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ഈ ഇലക്ട്രിസിറ്റി വകുപ്പിലും വ്യവസായ വകുപ്പ് മന്ത്രി സമ്മർദ്ദം ചെലുത്തണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പ്രഖ്യാപിച്ച മാതിരി ഈസ് ഓഫ് ഡൂയിങ്ങിൽ 22ാം സ്ഥാനത്താണ് നമ്മളുള്ളത്. നമുക്കത് 10ാം സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. ആ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നിലവിലുള്ള വ്യവസായികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിയന്തരമായിട്ടുള്ള നടപടികളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. അതിന് ഗവൺമെന്റ് സ്റ്റാറ്റ്യൂട്ടറി ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടി തീരുമാനമെടുത്തത് എന്നുള്ള കാര്യത്തിൽ അതിയായ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ആ കമ്മിറ്റി ഉടനെ തന്നെ നടപ്പിൽ വരുത്തുകയും നിലവിലുള്ള വ്യവസായികൾക്കുള്ള പല വിഷയങ്ങളിലും പ്രശ്നങ്ങളും വ്യവസായികൾ ഇപ്പോൾ ഇവിടെ നിലവിലുണ്ട്. ആ വ്യവസായികളുടെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചാൽ നമ്മൾ ഇവിടെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലേക്ക് കൊണ്ടുവരുവാനും ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ വരാനും നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ അംബാസഡർമാർ നിലവിലുള്ള വ്യവസായികളാണ്. നിലവിലുള്ള വ്യവസായികൾക്ക് കേരളത്തിൽ വ്യവസായം നടത്താൻ യാതൊരു പ്രയാസങ്ങളുമില്ല. ഗവൺമെന്റിൽ നിന്ന് നല്ല സപ്പോർട്ടുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ കൂടുതൽ വ്യവസായികൾ അന്യ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് കടന്നു വരുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിലവിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ഫെസിലിറ്റേഷൻ ആക്ട് തുടങ്ങി വിവിധ ആക്ടുകളും അതേപോലെ തന്നെ ഈ ക്യാഷ് ഷിഫ്റ്റും കോൾ സെന്ററും ഇൻവെസ്റ്റ്മെന്റ് സെല്ല് ബിസിനസ് റിഫോംസ് ആക്ഷൻ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. ഈ ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കേണ്ടത് ഇപ്പൊ നിലവിലുള്ള വ്യവസായികളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് അസോസിയേഷൻ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഹാരം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ 10ാം സ്ഥാനത്തിൽ നിന്നും അല്ല നമ്മുടെ 5ാം സ്ഥാനത്തിലേക്ക് തന്നെ കേരളം ഈസ് ഓഫ് ഡൂയിങ്ങിന്റെ റേറ്റിംഗിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അസോസിയേഷന്റെ വിവിധ കാര്യങ്ങൾ അസോസിയേഷൻ ഈ വ്യവസായികളുടെ പ്രശ്നങ്ങൾ ഗവൺമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് കൃത്യമായിട്ട് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് അസോസിയേഷനുമായിട്ട് പ്രത്യേകമായിട്ട് തന്നെ ഒരു മീറ്റിങ്ങിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി സമയം നമുക്ക് അനുവദിച്ചു തരണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ടും നമ്മുടെ പ്രയാസങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനും അത് പറഞ്ഞു തരാനും അതിനുവേണ്ടി മിനിസ്ട്രി ലെവലിൽ നടപടികളെടുക്കാനും പറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷന്റെ പ്രതിനിധികൾക്കും വ്യവസായികൾക്കും കൂടി ഒരു മീറ്റിങ്ങിന് വേണ്ടി ഒരു സൂം മീറ്റിങ്ങിന് തന്നെ ഒരു സമയം അനുവദിച്ചു തരണമെന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തില് ഏകദേശം ഗവൺമെന്റിന്റെ കണക്കുപ്രകാരം 1,45,000 യൂണിറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ ഏകദേശം മന്ത്രി ഇവിടെ പറഞ്ഞ മാതിരി 9 ലക്ഷം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ അസോസിയേഷന്റെ കണക്കുപ്രകാരം 2 ലക്ഷം യൂണിറ്റുകൾ എന്തെങ്കിലും കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. കുറെ ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്യാത്ത യൂണിറ്റുകളുണ്ട്. ഏകദേശം 15 ലക്ഷം തൊഴിലാളികൾ
ഈ വിഭാഗത്തിൽ ജോലിയെടുക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കേരളത്തിലെ ഏറ്റവും പറ്റിയ ഒരു വ്യവസായം ചെറുകിട വ്യവസായം എന്ന നിലക്ക് അതിനെ ഏറ്റവും ഊർജ്ജസ്വലമാക്കുന്ന രീതിയിലേക്ക് പുനരുദ്ധരിക്കുന്ന രീതിയിലേക്കുള്ള പരിപാടി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഇന്റർനാഷണൽ MSME ഡേയിൽ ഈ MSME യൂണിറ്റുകൾക്ക് വേണ്ടി 1416 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ച ഗവൺമെന്റിനും ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി വ്യവസായ വകുപ്പ് മന്ത്രിക്കും ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ് നോർക്ക ഇൻഡസ്ട്രീസ് ഡയറക്ടർ വ്യവസായ വകുപ്പിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് അതേപോലെ തന്നെ വ്യവസായ വകുപ്പ് മാത്രം വിചാരിച്ചാൽ പോരാ, നമ്മുടെ വ്യവസായം ഈസ് ഓഫ് ഡൂയിങ്ങിന്റെ റേറ്റിംഗിനും ഉയർത്താൻ വേണ്ടി മറ്റ് വകുപ്പുകൾ കൂടി മനസ്സ് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ ഈ റേറ്റിംഗിൽ കൂട്ടാൻ പറ്റുള്ളൂ. വളരെ പ്രധാനമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന പല വകുപ്പുകളുണ്ട്. LSTD, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തുടങ്ങിയ വകുപ്പുകളുടെ പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങൾ ആ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരെയും കൂടി വിളിച്ചിരുത്തിക്കൊണ്ട് തന്നെ ഒരു യോഗം കൂടി നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ്ങിന്റെ റേറ്റിംഗിലേക്ക് 10-ൽ താഴെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമായിട്ട് ഉണ്ടാവണമെന്നുള്ളതും അതിനുവേണ്ടിയുള്ള എല്ലാ സഹകരണവും കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ ഈ MSME ഡേയിൽ ഇങ്ങനെ ഒരു പാക്കേജ് പ്രഖ്യാപിച്ച ഗവൺമെന്റിനും ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിക്കും വ്യവസായ വകുപ്പിനും പ്രത്യേകം നന്ദിയും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്നതിൽ അതിയായ സന്തോഷമുണ്ട് എന്ന് ഒരിക്കൽ കൂടി നന്ദിയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ചെയർമാൻ CII കേരള ശ്രീ ശ്രീനാഥ് വിഷ്ണു അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Honorable Minister of Industry, Sri P. Rajiv, Dr. Elangovan, Swagat Ma'am, and other senior officials from the government, my colleagues from the industry, very good morning to all of you. On behalf of CII State Council and members, let me thank the State Government and Industries Department for making CII a part of this program. ഈ ഒരു കോവിഡ് പാൻഡമിക് ഇത്രയും രൂക്ഷമായിട്ട് നിൽക്കുന്ന സമയത്ത്, വ്യവസായങ്ങൾ തകർന്നു നിൽക്കുന്ന ഒരു സമയത്ത് വ്യവസായങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ ഗവൺമെന്റ് കാണിക്കുന്ന ഒരു താല്പര്യവും സന്മനസ്സിനും വളരെയേറെ നന്ദിയുണ്ട്. ആ നന്ദി അങ്ങേ അറിയിക്കുകയാണ്. ഒരുപാട് സ്റ്റെപ്സ് ഈ കോവിഡ് റിലീഫ് പാക്കേജായിട്ട് കഴിഞ്ഞ വർഷം വ്യവസായ ഭദ്രത എന്ന പേരിൽ ഗവൺമെന്റ് അവതരിപ്പിച്ചിരുന്നു. അത് ഒരുപാട് ഇൻഡസ്ട്രീസിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഇൻഡസ്ട്രികളെല്ലാം തന്നെ ആ ഒരു പാക്കേജിന്റെ ഒരു ബെനിഫിറ്റ് എടുത്തവരാണ് മിക്കവരും തന്നെ. ഈ വർഷം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പ്രഖ്യാപിച്ച പാക്കേജിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു പോയിന്റ്, പുതുതായിട്ട് വ്യവസായങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യവസായികൾക്ക് കിൻഫ്ര പാർക്കിൽ 20% മാത്രം ഡൗൺ പേയ്മെന്റ് അടച്ച് ബാക്കി എമൗണ്ട് 5 വർഷം ഇൻഡസ്ട്രി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കാനുള്ള ഒരു തീരുമാനം, അത് വളരെയേറെ സ്വാഗതാർഹമായിട്ടുള്ള തീരുമാനമാണ്. കാരണം ഒരു വലിയൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതിലൂടെ ചെറുകിട വ്യവസായികൾക്ക് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ KSIDCയുടെ വായ്പാ പുനർക്രമീകരണം, NRI വായ്പാ പദ്ധതികൾ, പിന്നെ വിവിധ സബ്സിഡികൾ, മറ്റ് നോർമൽ വായ്പാ പദ്ധതികൾ, ഇതൊക്കെ വ്യവസായങ്ങളെ ഒരു സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതുകൂടാതെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്, വ്യവസായ പിന്നോക്ക ജില്ലകൾ, ഇടുക്കി, വയനാട് പോലത്തെ ജില്ലകളിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നവരുടെ ആ ജില്ലകളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അവിടെയുള്ള വ്യവസായങ്ങൾക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടും ഗവൺമെന്റ് സപ്പോർട്ടോടുകൂടി ഫംഗ്ഷൻ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പം ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയാറുള്ള പോലെ പല സ്റ്റേറ്റുകളിൽ വ്യവസായങ്ങൾ നടത്തിയ എന്നുള്ള രീതിയിൽ കേരളത്തിന്റെ ഗുണങ്ങൾ ഒത്തിരി അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം കേരളം ചെറുകിട വ്യവസായങ്ങൾക്ക് ഏറ്റവും പറ്റിയ സംസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെയാണ്. കാരണം വളരെ ഈസി ആയിട്ടും വളരെ സമാധാനപരമായിട്ട് തന്നെ നമുക്ക് വ്യവസായം നടത്തിക്കൊണ്ടുപോകാനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ ചില കാര്യങ്ങളും മറ്റ് സ്റ്റേറ്റുകളിൽ നമുക്ക് കിട്ടുന്ന ചില കാര്യങ്ങൾ നമ്മളോട് ശ്രദ്ധിക്കണം. എസ്പെഷ്യലി പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലുള്ള ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ട് ജനങ്ങൾക്ക് ശല്യം ഉണ്ടാക്കാത്ത രീതിയിൽ, പ്രകൃതിയെ നോവിക്കാത്ത രീതിയിൽ വ്യവസായങ്ങൾ നടത്താൻ ഓരോ വ്യവസായിക്കും പറ്റുമെങ്കിൽ കേരള ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ഫോർ സ്മോൾ സ്കെയിൽ ഓൺടർപ്രണേഴ്സ്. അതിലൊരു ഡൗട്ടും ഇല്ലാതെ പറയാം. പിന്നെ മിനിസ്റ്റർ പ്രഖ്യാപിച്ച ഇന്റർനാഷണൽ ട്രേഡ് സെന്റർ, വ്യവസായങ്ങൾ അവരുടെ പ്രൊഡക്റ്റുകൾ കൃത്യമായി ഷോക്കേസ് ചെയ്യാനുള്ള ട്രേഡ് സെന്റർ ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം അഡ്വർടൈസ്മെന്റിനോ മറ്റ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിനോ പണം സ്പെൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത വ്യവസായങ്ങൾക്ക് അവരുടെ പ്രൊഡക്റ്റുകൾ ഒരു ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഗവൺമെന്റ് ഒരുക്കി കൊടുക്കുക, ഇതൊരു സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ 2018 കേരള ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ഫെസിലിറ്റേഷൻ ആക്ട്, ഇത് ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സ് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും നടത്താൻ ഇത് വളരെയേറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കേരള സിംഗിൾ വിൻഡോ ഇന്റർഫറൻസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറന്റ് ക്ലിയറൻസ്, KSWIFT,
പേഴ്സണലി KSFന്റെ ഒരു ബെനിഫിറ്റ് എടുത്തിട്ടുള്ള ആളാണ് ഞാൻ. വളരെ ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് പ്ലാറ്റ്ഫോം സൗത്ത് ഇന്ത്യയിൽ തന്നെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം CIAയുടെ റീജിയണൽ സെക്രട്ടേറിയറ്റിലെ റീജിയണൽ ലീഡർഷിപ്പിൽ അത് അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവർ വളരെയേറെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ലൈസൻസിങ് ഡീംഡ് ലൈസൻസ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം വേറെ ഉണ്ടോ. അപ്പം നമ്മളുടെ കേരളത്തിലെ വ്യവസായികളുടെ ഇടയിലേക്ക് ഇതിന്റെ ഒരു അവയർനെസ് കൂടുതൽ കൊണ്ടുവരേണ്ടതുണ്ട്. CIA അടക്കമുള്ള എല്ലാ വ്യവസായ സംഘടനകളും ഇതിനുവേണ്ടി മുൻകൈ എടുക്കണമെന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഗവൺമെന്റ് എല്ലാ ആക്ടിവിറ്റീസിലും ഇംപ്രൂവിങ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ ദ സ്റ്റേറ്റ്, attracting investment to the state, infrastructure development, promoting priority industry sectors and creating conductive policies and procedures. ഈ കാര്യങ്ങളിലെല്ലാം തന്നെ CIAയുടെ അകമഴിഞ്ഞ സപ്പോർട്ട് ഉണ്ടാകും. CIAയുടെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പേഴ്സും എല്ലാവരും തന്നെ ഗവൺമെന്റ് കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും ശ്രീ ഖാലിദ് പറഞ്ഞ പോലെ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞ പോലെ, ഒരു 10ലേക്ക് തന്നെ കേരളത്തിന്റെ ആ ഒരു ഈസ് ഓഫ് ഡൂയിങ് EODB റാങ്കിങ് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഗവൺമെന്റ് കൂടെ ഞങ്ങൾ എല്ലാവരും തന്നെ ഉണ്ടാവും, എല്ലാ സപ്പോർട്ടുമായിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസത്തെ ഒരു മീറ്റിംഗിൽ ഡോക്ടർ ഇളങ്കോവൻ പറഞ്ഞ പോലെ സ്വിറ്റ്സർലൻഡിന്റെ എക്കോണമി ഡ്രൈവ് ചെയ്യുന്നത് MSME ആണ്, MSME കമ്പനികളാണ്. ഏകദേശം സ്വിറ്റ്സർലൻഡുമായിട്ട് അദ്ദേഹം പറഞ്ഞ പോലെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് തന്നെയാണ് കേരളം. പ്രകൃതി രമണീയത കൊണ്ടും ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും പുരോഗമനപരമായിട്ടുള്ള ചിന്താഗതിയുടെ കാര്യത്തിലായാലും സ്കില്ലിന്റെ കാര്യത്തിലായാലും വലിയൊരു പോസിറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെയുള്ളത്. കൃത്യമായി അതിനെ യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് നല്ലൊരു വ്യവസായ അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കാൻ പറ്റും. അതിനുവേണ്ടി CII കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ഗവൺമെന്റിനൊപ്പം ഉണ്ടാകും. താങ്ക് യു. താങ്ക് യു സർ. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ഫിക്കി കേരളയുടെ കോ-ചെയർ ശ്രീ ദീപക് അസ്വാനിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Honorable Minister for Industry, Dr. Elangovan, the Industries Director, my colleagues in the industry, and the guests who have come in for today's meeting, all of them must be all MSMEs and officials of the government. It's a rare pleasure that FICCI has also been invited. It's an honor actually to be part of the International MSME Day. And we are already proud of the way the Honorable Minister of Industries has been functioning. Within a month of his assuming office, we have seen a lot of things happening in the Industries Department. And he is going with a very objective way of doing things. And he is also accessible. So with that, I think with his leadership, I think Kerala would definitely come out of this rut of being in the 28th position of the ease of doing business to a much better position in the immediate future. Today's package has been much awaited, and we are happy that the government has taken very quick steps to announce this, because small and medium enterprises are the businesses which have been really badly affected by COVID. And there's absolutely no cash flow. And without cash flow, and with the situation being so, money not being available for working capital, many of these small scale industries have come to a standstill. And because of the closures, lack of availability of manpower, and various other factors, the fixed costs are also extremely high. So it's become a little difficult to run the businesses. And most of these packages that have been announced today are going to go a long way in reviving the small scale and MSME sector. In fact, one of the best things that can happen is, like the minister himself mentioned, it would be better that the Industries Department handholds, not only handholds, also suggest ways of coming out of a rut, and also to modernize the very old small and medium enterprises, which will affect the greener part of the industry. In fact, they will become more economical with the latest machinery and things. And many people are willing to supply these equipment. So with that, we get better product. Because the advantage that the small industries across the world have is they are small and they have the best equipment. The hardware is available, and in terms of effort or skill, India does not lag behind.
and particularly Kerala. Kerala is the largest migratory employment team, and all over the world we find Malayalis doing a wonderful job. So as it is, many of them are coming back, and going back to an older type of system may not work as much as a modernized system. We're glad that the ministers also understood the importance of the NRKs who are coming back, and to reposition themselves and give back to the state. And I think the state also has to give back to the NRKs who have been pumping in a lot of capital to the state. The other thing is, one of the favorite topics that the minister has is about the industry academia, the linkage. So my suggestion is also that, many college students, particularly the fourth year engineering students, if they do not pass, then they have to spend another year waiting to get back into their final exams. During that 1 year, can we not ask them to get into some of these small scale industries and help out in getting that particular small scale industry into a real workable and viable process? Also, while they're doing projects in the engineering colleges, and there are a lot of latest things like nanotechnology and the machine learning, artificial intelligence, all this can be used in the development of MSMEs. In fact, digital has become such a big thing that without that, I think we have no future actually. So the earlier that we are able to get into this, the better. And it would also help the students themselves to actually start their own industry. And also, this large scale migration can be stopped, and the right intelligence can be used right in the state. COVID has had a devastating damage to the economy, and we are hoping and praying that we shall get out of this COVID thing as soon as possible, although there are rumors of Delta 5 coming in. But I think Kerala is extremely resilient to all this, and we hope with the dynamic team in the industries department and with all the help that has been announced, Kerala will easily and come out of the 28th position into the first 10. I wish everybody the very best. FICCI is always there. We have an international presence, and we are glad and delighted to help in this process. Thank you so much again for inviting FICCI. We look forward to looking at a real modern in Kerala industry. Thank you. Thank you, sir. ഈ ചടങ്ങിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി ബഹുമാനപ്പെട്ട വ്യവസായ വാണിജ്യ വകുപ്പ് ഡയറക്ടർ ശ്രീമതി ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ് മാഡത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മുമ്പ് ഇവിടെ വന്ന രണ്ട് കാര്യങ്ങൾ മാഡം അതിലിവിടെ സംഘടനാപരമായിട്ടൊരു യോഗം എന്നുള്ളത് ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. അത് വകുപ്പുമായി ബന്ധപ്പെട്ട് കഴിയാവുന്നിടത്തോളം അടുത്ത ആഴ്ച തന്നെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്കൊരു മീറ്റിംഗ് കൺവീൻ ചെയ്യാം. നമ്മുടെ ചെറുകിട വ്യവസായ അസോസിയേഷനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകൾക്കും കേൾക്കാനുള്ള കാര്യങ്ങൾക്ക് ഒരു സമയം ക്രമീകരിക്കാം. അദ്ദേഹം പറഞ്ഞ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് NPA നോംസ്, സർഫാസി ആക്ട്, പറവിയിൽ നിന്ന് MSME ഒഴിവാക്കുക, ലോൺ മൊറട്ടോറിയം, അത്തരം കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. KSCBA പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം സാധ്യമാകുമെന്നുള്ളത് KSCBയുടെ പൊസിഷനും കൂടി വെച്ച് നമുക്ക് മന്ത്രാലയവുമായിട്ട് ചർച്ച ചെയ്യാം. KSCBയുടെ നല്ല അഭിനന്ദനം വന്നു. ഞങ്ങൾ 3rd വർഷത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നെ മോഡേണൈസേഷൻ FICCIയുടെ പറയുകയുണ്ടായി. ഹാൻഡ് ഹോൾഡ് മാത്രം പോരാ, മോഡേണൈസേഷൻ വേണം. ഒരു വർഷത്തിനുള്ളിൽ ഒരു പ്രൊഫഷണൽ ക്വാളിറ്റി സർവീസ് അത് ഞങ്ങൾ എൻഷുർ ചെയ്യുന്നുണ്ട്. അതിനാവശ്യമായ കാര്യങ്ങൾ കൂടി നിർവഹിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വന്ന അഭിപ്രായങ്ങളോട് പ്രതികരിക്കാനുള്ളത്. ഇനി ഡയറക്ടർ സ്വാഗത് ഭണ്ഡാരി നന്ദി രേഖപ്പെടുത്തും. You are muted, Swagat. We are not able to hear you.
Not audible. Not audible. No. Not audible. Change the settings. Select the right speaker. Select the speaker. Not audible. It's not audible. You can use a different system otherwise. സർ അപ്പോൾ ടിൽ ദ ഡയറക്ടർ കംസ് ബാക്ക് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഒരു അടിയന്തരമായിട്ട് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാം സർ. Okay. We will tell the industry meeting. We'll write to Government of India എവിടെയെല്ലാം റെപ്രസെൻറ്റ് ചെയ്ത് ചെയ്യാം, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള മീറ്റിംഗ് എടുക്കാം. ഏതായാലും ഇൻഡസ്ട്രി ഒന്ന് വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ പാക്കേജ് ഉപയോഗിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഐ തിങ്ക് പ്രോബ്ലംസ് ക്യാൻ ബി മിനിമൈസ്ഡ് ടു വെരി ലാർജ് എക്സ്റ്റെൻറ്റ്. हेलो या भगवानपेटा नियम व्यवसाय कर वकुप मंत्री श्री पी राजीव सर अवर्गल, भगवानपेटा व्यवसाय वकुप प्रिंसिपल सेक्रेटरी डॉक्टर इलांगवन सर अवर्गल, ഈ വെബിനാറിൽ പങ്കെടുത്ത സംരംഭക സുഹൃത്തുക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ആദ്യമായി എല്ലാ സംരംഭകർക്കും ഇന്റർനാഷണൽ MSME ഡേ ആശംസകൾ അറിയിക്കുന്നു. കോവിഡ് മഹാമാരിയും ആയതിനോടനുബന്ധിച്ച് ഏർപ്പെടുത്തേണ്ടി വന്ന ലോക്ക്ഡൌൺ കാരണം ദുരിതത്തിലായ MSME മേഖലയെ സഹിക്കുന്നതിന് വേണ്ടി പ്രഖ്യാപിച്ച കോവിഡ് പാക്കേജ് ഫലപ്രദമായി നടപ്പിലാക്കുന്നതിലേക്കായി വ്യവസായ വാണിജ്യ ഡയറക്ടറേറ്റിലെയും ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിലെയും ഉദ്യോഗസ്ഥരുടെ സേവനം പൂർണ്ണസമയം ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ യോഗത്തിലെ എന്റെ കർത്തവ്യം ഈ വെബിനാറിൽ പങ്കെടുത്തവർക്ക് നന്ദി പ്രകടിപ്പിക്കുക എന്നതാണ്. MSME മേഖലയിലെ കോവിഡ് പാക്കേജ് അടിയന്തരമായി നടപ്പിലാക്കുന്നതിന് മുൻകൈ എടുക്കുകയും അത് ചുരുങ്ങിയ സമയത്തിനകം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി ഈ പാക്കേജ് യഥാർത്ഥമാക്കിയ ബഹുമാനപ്പെട്ട നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവർക്ക് എന്റെ പേരിലും ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ പാക്കേജിന് രൂപം നൽകുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ ആലോചന യോഗങ്ങൾ നടത്തി വിവിധ ആശയങ്ങൾ ക്രോഡീകരിച്ച് നേതൃത്വപരമായ പങ്ക് വഹിച്ച് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഇലാംഗവൻ IS-ന്റെ പേരിലും ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ വെബിനാറിൽ പങ്കെടുത്ത വിവിധ വ്യവസായ സംഘടനാ പ്രതിനിധികൾ, സംരംഭകർ, മാധ്യമ പ്രവർത്തകർ, സഹപ്രവർത്തകർ എന്നിവർക്ക് സമയക്കുറവ് കാരണം ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. I apologize for the delay. Thank you so much. താങ്ക് യു മാഡം. ചടങ്ങിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ചടങ്ങ് അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി.